2017 ജൂലൈ 28 കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അവിടെ താമസിക്കുന്ന വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു റിൻസി അച്ഛനും അമ്മയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ തന്നെയായിരുന്നു താമസം. ആ വീട്ടിൽ റിൻസിക്കായി സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമും ഉണ്ടായിരുന്നു. സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ടുകൊണ്ടിരുന്ന ഒരു വീടായിരുന്നു അവരുടേത്. അതിനാൽ തന്നെ അടച്ചുറപ്പുള്ള വാതിലോ അടച്ചുറപ്പുള്ള ഒരു വീടോ ആയിരുന്നില്ല അത്. പിറ്റേ ദിവസം പരീക്ഷയുള്ളതിനാൽ പഠിക്കുവാനായി റൂമിലേക്ക് ഏകദേശം 10 മണിയോടുകൂടി പോയതായിരുന്നു റിൻസി. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 5 മണിക്ക് തന്നെ എണീപ്പിക്കണം എന്നുള്ള കാര്യവും അമ്മയെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് റിൻസി റൂമിലേക്ക് പഠിക്കാൻ പോയത്. ആ വീട്ടിൽ റിൻസിക്ക് സെപ്പറേറ്റ് ആയ ഒരു മുറി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും വേറൊരു മുറിയിലുമായിരുന്നു കിടന്നിരുന്നത്. അന്ന് ഏകദേശം രാത്രി 12 മണിയായപ്പോൾ അമ്മ റിൻസിയുടെ റൂമിൽ വന്ന് കുടിക്കുവാനായി കാപ്പിയോ ചായയോ എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ റിൻസി ഒന്നും വേണ്ട, കുറച്ചു നേരം കൂടി പഠിച്ചതിന് ശേഷം താൻ ഉറങ്ങുമെന്നും 5 മണിക്ക് തന്നെ എണീപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. എനിക്ക് മറ്റു ആവശ്യങ്ങളൊന്നുമില്ലെന്ന് അറിഞ്ഞതിനാൽ അമ്മ തിരിച്ച് റൂമിൽ പോവുകയും ഉറങ്ങുവാനായി കിടക്കുകയും ചെയ്തു. ഈ ദിവസം അതായത് ജൂലൈ 29, 2017 രാവിലെ 5 മണിക്ക് തന്നെ അമ്മ കാപ്പിയുമായി റിൻസിനെ എണീപ്പിക്കുവാനായി റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് റൂമിൽ ലൈറ്റ് ഇട്ടതിന് ശേഷം അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. റിൻസിയുടെ റൂമിൽ നിന്ന് പുറത്തിലോട്ട് ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതുമാത്രവുമല്ല, റിൻസി ആണെങ്കിൽ കമിഴ്ന്ന് ബെഡിൽ കിടക്കുന്നുണ്ട്. അമ്മ അവളെ പലവട്ടം എണീപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അടുത്തു വന്ന് ശ്രദ്ധിച്ചപ്പോൾ അമ്മയ്ക്ക് റിൻസിയുടെ കഴുത്തിൽ ഒരു പാടുള്ളതായും അതുപോലെ തന്നെ റിൻസിയുടെ ബെഡിന് താഴെ ഒരു ബലമുള്ള കയർ കിടക്കുന്നതായും കാണുവാൻ സാധിച്ചു. ഇത്ര വിളിച്ചിട്ടും റിൻസി എണീക്കാതായതോടുകൂടി ആ അമ്മ അലമുറയിട്ട് കരയുകയായിരുന്നു. അപ്പോഴാണ് റിൻസിയുടെ അച്ഛൻ ഈ നിലവിളി ശബ്ദം കേട്ട് ആ റൂമിലേക്ക് ഓടിയെത്തുന്നത്. അദ്ദേഹവും പലവട്ടം റിൻസിനെ വിളിച്ചെങ്കിലും റിൻസിക്ക് അനക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ അച്ഛനും അമ്മയും ആ സത്യം തിരിച്ചറിഞ്ഞു. തങ്ങളുടെ മകൾ റിൻസി മരണപ്പെട്ടിരിക്കുകയാണ്. വൈകാതെ പോലീസിൽ ആ വിവരം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, വിവരമറിഞ്ഞ ഗ്രാമത്തിലുള്ളവരെല്ലാം ആ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടി. ഉടൻ തന്നെ പോലീസ് എത്തുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ആ റൂമിൽ നിന്ന് കണ്ടെത്താവുന്ന തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരും ആ വീട്ടിലെത്തുകയും ആ വീട്ടിൽ നിന്ന് ശേഖരിക്കാവുന്ന എല്ലാ തെളിവുകളും ഫിംഗർ പ്രിന്റ്സും എല്ലാം അവർ ശേഖരിച്ചു. അതോടൊപ്പം തന്നെ റിൻസിയുടെ റൂമിൽ കട്ടിലിന് താഴെ കിടന്നിരുന്ന കയർ റിൻസിയുടെ അച്ഛൻ്റേതാണെന്ന് അവർ മനസ്സിലാക്കി. റിൻസിയുടെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹം ഓട്ടോ വലിച്ചു കെട്ടുന്നതിനോ മറ്റോ ഉപയോഗിച്ചിരുന്ന കയറായിരുന്നു അത്. റിൻസിയുടെ ബെഡിനടിയിൽ നിന്ന് ലഭിച്ച ആ കയറും അതോടൊപ്പം തന്നെ റിൻസിയുടെ കഴുത്തിലുണ്ടായിരുന്ന പാടും കാരണം റിൻസിയുടെ അച്ഛനാണോ ആ കൊലപാതകത്തിന് പിന്നിലെന്ന് പലരും സംശയിക്കുവാനായി തുടങ്ങി. അങ്ങനെ റിൻസിയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അടക്കം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നീടാണ് വരുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്ന മരണകാരണം ആ കയറുകൊണ്ട് റിൻസിയുടെ കഴുത്തിൽ ഞെരിച്ചിട്ടാണ് മരണം നടന്നിരിക്കുന്നത് എന്നാണ്. അതുമാത്രവുമല്ല, മരണശേഷം ലൈംഗികമായി റിൻസിയെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമായി. മാത്രമല്ല, ഏകദേശം ആ സമയത്തോട് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റിപ്പോർട്ടുകളും എത്തി. ആ റൂമിൽ കണ്ടിരുന്ന ഫിംഗർ പ്രിന്റ് റിൻസിയുടെ അച്ഛൻ്റേതാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു. അതോടുകൂടി എല്ലാ സംശയങ്ങളും റിൻസിയുടെ അച്ഛനിലേക്ക് തിരിയുകയാണ് ചെയ്തത്. ഇതേസമയം റിൻസിയുടെ അമ്മ തെളിവെടുപ്പ് സമയത്ത് തർപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് അവർ അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അന്നേ ദിവസം രാത്രി റിൻസിയുടെ അമ്മ കണ്ട കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചില ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 2 മുറികളാണ് ഉണ്ടായിരുന്നത്. ഒരു റൂം റിൻസിയുടേതാണ്. മറ്റേ റൂമിലാണ് ഞങ്ങൾ 2 പേരും കിടക്കുന്നത്. റിൻസിയുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ അന്നേ ദിവസം രാവിലെ റിൻസിനെ വിളിക്കുവാനായി ചെല്ലുമ്പോൾ തുറന്നു കിടക്കുന്നതായി കണ്ടതായും അമ്മ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, റിൻസിയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയും ഉണ്ടായിരുന്നു. ആ മാലയും കാണുവാനില്ലായിരുന്നു. അങ്ങനെ റിൻസിയുടെ കേസ് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. അതേസമയം റിൻസിയുടെ അച്ഛനെ അവർക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിനെതിരായ വേറെ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുവാനോ അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസ് ആ ഗ്രാമം മുഴുവൻ കുടുംബത്തെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അവരിൽ നിന്നൊന്നും ഈ കുടുംബത്തിനെതിരായ മോശമായിട്ടുള്ള ഈ റിൻസിയുടെ അച്ഛനെതിരായിട്ടുള്ള തെളിവുകളൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ 4 മാസം കഴിഞ്ഞു. പല പ്രാവശ്യമായി റിൻസിയുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസിൻ്റെ കേസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് റിൻസിയുടെ അച്ഛനും അമ്മയും കേസ് ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചു. അവർ മുഖ്യമന്ത്രിക്കും അപേക്ഷ കൊടുത്തിരുന്നു. ഇതേസമയം ഇത് ഒരു വൈറൽ കേസായിരുന്നതിനാൽ മുഖ്യമന്ത്രി ആ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുവാനായി ഉത്തരവിറക്കുകയും ചെയ്തു. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തുടങ്ങുകയും അവർ അടിമുടി ഈ കേസിന് ഒരു പഠനം നടത്തുകയും ചെയ്തു. അപ്പോഴാണ് അവർക്കൊരു കാര്യം വ്യക്തമാക്കിയത്. റിൻസി കൊല്ലപ്പെട്ടതിന് ശേഷം റിൻസിനെ ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് അവർ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം വീണ്ടും പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ലൈംഗികമായി ഒരാൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്ന ആളുടെ സ്പേം ആളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ആളുടെ ഡ്രസ്സിലോ വരുവാനുള്ള
വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരത് പരിശോധിക്കുകയും അതിൽ നിന്ന് ഈ പീഡിപ്പിച്ച ആളുടെ സ്പേം കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കുകയും അവർ ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ അവർ സംശയത്തിൻ്റെ ഒന്നാം നിരയിൽ തന്നെ നിൽക്കുന്ന റിൻസിയുടെ അച്ഛൻ്റെ DNA അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് അവർക്കൊരു കാര്യം വ്യക്തമായി, റിൻസിയുടെ അച്ഛനല്ല ഇതിലെ കുറ്റവാളി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ പിതാവ് കടന്നുപോയ അവസ്ഥ. അത്രയും നാൾ 5-6 മാസത്തോളം തൻ്റെ മകളുടെ മരണവും അതോടൊപ്പം തന്നെ ആ മരണത്തിൽ ഉത്തരവാദി എന്ന് മുദ്ര കുത്തപ്പെട്ട് ലൈംഗികമായി മകളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ആ ഒരു നാണക്കേടും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ അച്ഛൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ടത്. അപ്പോൾ അവസാനം ക്രൈംബ്രാഞ്ച് അച്ഛനല്ല ആ കൊലയാളി, ആ പീഡിപ്പിച്ച ആൾ അച്ഛനല്ല, റിൻസിയെ കൊലപ്പെടുത്തിയത് അച്ഛനല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചു. അങ്ങനെ യഥാർത്ഥ കൊലയാളിയെ തേടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും. പക്ഷേ ക്രൈംബ്രാഞ്ച് ഈ അച്ഛനല്ല കൊലയാളി എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ ആ രഹസ്യം അവർ മറച്ചു വെച്ചു. കാരണം ഇങ്ങനെ ഒരു സ്പേം ടെസ്റ്റ് ചെയ്തതും ഇങ്ങനെ DNA എക്സ്ട്രാക്ട് ചെയ്ത് അത് മാച്ച് ആവുന്നില്ല, റിൻസിയുടെ അച്ഛനല്ല എന്ന് തെളിഞ്ഞ കാര്യം അവർ പുറത്തു വിട്ടില്ല. പുറത്തു വിട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ കൊലയാളി അത് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗം സ്വീകരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് റിൻസിയുടെ അച്ഛൻ്റെ മേൽ തന്നെ സംശയം ആണെന്നുള്ള രീതിയിലായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ പെരുമാറ്റവും മറ്റുള്ളവരോട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം അവർ പല സംശയാലുകളായ ആൾക്കാരുടെ അടുത്ത് നിന്നും DNA എടുക്കുകയും അവരെ പരിശോധിക്കുകയും ചെയ്തെങ്കിലും അവർക്ക് ഒരു റിസൾട്ടും കിട്ടുവാൻ സാധിച്ചില്ല. പിന്നീട് ഈ കൊലപാതകം നടന്നത് രാത്രി ആയതിനാൽ രാത്രികാലങ്ങളിൽ ആ ഗ്രാമത്തിലേക്ക് ആരെല്ലാമാണ് വന്നു പോകുന്നതെന്ന് അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. പുറത്തു നിന്നുള്ള ആരെങ്കിലും വരുന്നുണ്ടോ, അതെയോ അവിടെയുള്ളവർ തമ്മിൽ രാത്രികാലങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് അവർ കുറച്ച് ദിവസങ്ങളായി വളരെ രഹസ്യമായിട്ട് ക്രൈംബ്രാഞ്ച് നിരീക്ഷിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ പെൺകുട്ടി മരിച്ച ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷം ഒരു കാര്യം ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി. ഒരു ദിവസം അവിടെ തന്നെ താമസമുള്ള ഒരു സുനിൽകുമാർ എന്ന് പറയുന്ന 40 വയസ്സുള്ള ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നും രാത്രി ഇറങ്ങിപ്പോകുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്നേ ദിവസം രാത്രി തന്നെ ക്രൈംബ്രാഞ്ച് ആ സ്ത്രീയുടെ വീട്ടിലെത്തുകയും ആ സ്ത്രീയോട് അത് ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു. ആദ്യമെല്ലാം പല കള്ളങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവർക്ക് ആ സത്യം പറയേണ്ടി വന്നു. തൻ്റെ ഭർത്താവില്ലാത്ത സമയത്ത് തന്നെ കാണുവാൻ വേണ്ടി വീട്ടിൽ വരുന്ന ആളായിരുന്നു സുനിൽകുമാർ. താനും സുനിൽകുമാറുമായി ശാരീരികമായുള്ള ബന്ധം പല നാളുകളായിട്ട് ഉള്ള കാര്യം ആ സ്ത്രീ വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ക്രൈംബ്രാഞ്ച് സുനിൽകുമാറിനെ കുറിച്ച് രഹസ്യമായി അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് അവർക്കൊരു കാര്യം വ്യക്തമായത്. റിൻസിയുടെ വീടിൻ്റെ പുറകിൽ സുനിൽകുമാറിന് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അവിടെ സുനിൽകുമാർ ഇടയ്ക്ക് വന്ന് പോകാറുമുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ സുനിൽകുമാറുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ആ സ്ത്രീയെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരിൽ നിന്നും സുനിൽകുമാറിൻ്റെ സ്പേം വേർതിരിച്ചെടുക്കുകയും അതിൽ നിന്ന് DNA എടുത്ത് റിൻസിയുടെ ശരീരത്തിൽ നിന്നും ഡ്രസ്സിൽ നിന്നും കിട്ടിയ DNA സാമ്യത പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്കൊരു സത്യം വെളിപ്പെട്ടു. സുനിൽകുമാർ തന്നെയാണ് റിൻസിയെ പീഡിപ്പിച്ചതും കൊലപ്പെടുത്തിയതും. അങ്ങനെ റിൻസി മരിച്ച് ഏകദേശം 1 വർഷം ആകാറായപ്പോഴാണ് സുനിൽകുമാറിനെ ഇവർ പിടിക്കുന്നത്. ഇവർ അറസ്റ്റ് ചെയ്യുകയും ഇവർ തെളിവെടുപ്പിനായി റിൻസിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. സുനിൽകുമാറിന് റിൻസിയുടെ വീടിൻ്റെ പുറകിൽ തന്നെ സ്ഥലമുള്ളതിനാൽ അയാൾ ഇടയ്ക്കെല്ലാം അവിടെ വരികയും അപ്പോഴെല്ലാം റിൻസിനെ കാണുകയും റിൻസിയുടെ മേൽ അയാൾക്കൊരു മോഹമുണ്ടാവുകയും ചെയ്തു. സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ഏകദേശം 40 വയസ്സോളം പ്രായമുണ്ടായിരുന്നു അയാൾക്ക്. അയാളാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഒരു ഉപകാരിയും എല്ലാ കാര്യങ്ങളിലും എല്ലാ ചടങ്ങുകളിലും എല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. എന്തിനേറെ പറയുന്നു, ഈ റിൻസിയുടെ മരണത്തിന് ശേഷവും റിൻസിയുടെ വീട്ടിൽ അദ്ദേഹം വരികയും അവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും മാത്രവുമല്ല പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നിരുന്നു. മാത്രമല്ല ഈ സുനിൽകുമാറിന് ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയുമായിട്ടുള്ള ഇല്ലീഗൽ റിലേഷൻ ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവില്ലാത്ത സമയത്ത് ആ വീടുകളിൽ പോവുകയും ആ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന ആ സമയങ്ങളിലെല്ലാം റിൻസിയെ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. റിൻസിയുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള മോഹം അയാൾക്ക് അതിയായി ഉണ്ടാവുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പല രാത്രികളിലും റിൻസിയുടെ വീടിന് ചുറ്റും നിന്ന് അയാൾ റിൻസിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 12 മണിക്ക് ശേഷമാണ് റിൻസി കിടന്നുറങ്ങുന്നതെന്നും ആ റിൻസിയുടെ റൂമിന് പുറത്തോട്ട് ഒരു ഡോറുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അന്നേ ദിവസം ഈ റിൻസിയുടെ മരണം നടക്കുന്ന ദിവസം രാത്രി റിൻസിയുടെ റൂമിന് വെളിയിൽ ഇദ്ദേഹം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിൻസിയുടെ അമ്മ വന്ന് 12 മണിക്ക് കാപ്പി വേണമെന്ന് ചോദിക്കുന്നതും അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം റിൻസി കിടന്നുറങ്ങി കുറച്ച് നേരങ്ങൾക്ക് ശേഷം റിൻസിയുടെ ആ വീടിൻ്റെ ഡോർ അയാൾ പതുക്കെ തള്ളി തുറക്കുകയാണ് ചെയ്തത്. അതേസമയം വലിയ കെട്ടുറപ്പുണ്ടായിരുന്നില്ലാത്ത ഒരു ഡോർ ആയതിനാൽ പെട്ടെന്ന് തന്നെ അത് തുറന്നു പോന്നു. അങ്ങനെ അയാൾ
അയാൾ റിൻസിയുടെ റൂമിനകത്ത് കിടക്കുകയാണ്. ഉറങ്ങുകയായിരുന്ന റിൻസി പെട്ടെന്ന് ഒരു അനക്കം കേട്ട് പതുക്കെ എണീക്ക് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ റിൻസിയുടെ മൂക്കും വായും കൂടെ അയാൾ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നേരം പിടിച്ചതിന് ശേഷം അവൾ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ അവൾ മരിച്ചെന്ന് ഉറപ്പുവരുത്താനായി അവിടെ കിടന്നിരുന്ന കയർ ഉപയോഗിച്ച് അയാൾ റിൻസിയുടെ കഴുത്ത് ഇരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ റിൻസി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം റിൻസിയെ ശാരീരികമായി പീഡിപ്പിച്ചു. ഇതാണ് അന്ന് രാത്രി അവിടെ സംഭവിച്ചതാണ് സുനിൽകുമാർ പോലീസുകാരോട് വെളിപ്പെടുത്തിയത്. ഇതുവരെ ആ കേസ് തെളിയിക്കുന്നത് വരെ ആ റിൻസിയുടെ അച്ഛൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം, അദ്ദേഹത്തിനുണ്ടായ നാണക്കേടും അദ്ദേഹത്തിനുണ്ടായ സങ്കടം, മകൾ നഷ്ടപ്പെട്ടതിന് പുറമെ അതിൻ്റെ കുറ്റം എല്ലാം ആരോപിക്കപ്പെട്ട് നാട് മൊത്തം നാണം കെട്ടി നടന്ന ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മാത്രവുമല്ല ഇതേസമയം എല്ലാവരുടെ മുന്നിൽ മാന്യനായി നടക്കുകയായിരുന്നു സുനിൽകുമാർ. അങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ച ഒരു കേസായിരുന്നത്. അതുമാത്രമല്ല എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര പണമില്ലാത്തവരാണെങ്കിലും സ്വന്തം വീടിൻ്റെ അടിയുറപ്പ് എത്രമാത്രം അനിവാര്യമാണെന്ന് നമുക്ക് റിൻസിയുടെ മരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ വീട്ടിൽ ആരെ അതിക്രമിച്ച് കയറാനാണെന്ന് കരുതി അവർ ആ ഡോറ് ശരിയാക്കിയിരുന്നില്ല. തീർച്ചയായും ഒറ്റയ്ക്ക് ഒരു റൂമിൽ മക്കളെ കിടത്തുമ്പോൾ ആ റൂം എത്രമാത്രം സുരക്ഷിതമുള്ളതാണെന്നുള്ളതും അതിൻ്റെ ഡോറ് എത്രമാത്രം ബലമുള്ളതാണെന്നും പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഡോറുള്ള വീടുകളിലെല്ലാം എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇതുപോലുള്ള ആൾക്കാരെ, അതായത് സുനിൽകുമാറിനെ പോലുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് തിരിച്ചറിയാനും അവരെ വേണ്ട പോലെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവർക്കെതിരായി അല്ലെങ്കിൽ അവരെ എത്രയും വേഗം കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ മക്കളെ സുരക്ഷിതമാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ പറയൂ. ഓക്കെ, ബൈ ബൈ.